കൊടും ഭീകരൻ ഹാഫിസ് സെയ്ദ് അതുപോലെ ദാവൂദ് ഇബ്രാഹിം ഇവരെ രണ്ടുപേരെയും ഇന്ത്യക്ക് കൈമാറണം എന്നാണ് പാക് ജനത ആവശ്യപ്പെടുന്നത്. യൂട്യൂബർ സുഹൈബ് ചൗധരി നടത്തിയ ഒരു സർവേയിലാണ് ഇക്കാര്യം വെളിപ്പെടുന്നത്. പാക് ജനത, പാകിസ്ഥാനിലെ യുവാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു, ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ കഴിയണം, സൗഹൃദത്തിൽ മുന്നോട്ട് പോകണം. ഈ ഭീകരന്മാരെ അവർ ഇന്ത്യയിൽ വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ നിരപരാധികളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും ഇന്ത്യക്ക് കൈമാറണം എന്നാണ് പാകിസ്ഥാൻ ജനത ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഒന്നടങ്കമെന്ന് ഞാൻ കരുതുന്നില്ല. പാകിസ്ഥാനിലെ മിഡിൽ ക്ലാസ് അവർ പൊതുവെ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിൽ പോകണം, സമാധാനം വേണം എന്നാഗ്രഹിക്കുന്നവരാണ്. എഡ്യൂക്കേറ്റഡ് ആസ്പയറിംഗ് ആയിട്ടുള്ള യൂത്ത് അവർ പൊതുവെ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്നവരാണ്. പൊതുവെ മിഡിൽ ക്ലാസ് സ്ത്രീകളും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ യുദ്ധത്തിലൊക്കെ നഷ്ടപ്പെടുന്ന അവരുടെ മക്കളെയാണ്. താഴെത്തട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അന്ധമായ മതവിശ്വാസമുണ്ട്. ഇറ്റ്സ് എ ഫൈറ്റ് ഫോർ ഇസ്ലാം, ഇറ്റ്സ് എ ഫൈറ്റ് ഫോർ ദ ഇസത്ത് ഓഫ് ഇസ്ലാം, ഇറ്റ്സ് എ ഫൈറ്റ് എഗെയിൻസ്റ്റ് സാത്താൻ കോൾഡ് ഇന്ത്യ ആൻഡ് ഹിന്ദു. ഇതാണ് താഴെത്തട്ടിലുള്ള വിശ്വാസം. ഈ താഴെത്തട്ടിലുള്ള ഈ വിശ്വാസത്തെയാണ് അവിടെയുള്ള മിലിറ്ററിയും അവിടെയുള്ള രാഷ്ട്രീയക്കാരും അവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക മുതലെടുക്കുന്നത്. ഇത് ഈ റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകും. പിന്നെ ഇപ്പം മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ പിന്നെ ഈ മതമൊക്കെ രണ്ടാമതാവും. സാധാരണക്കാർ അല്ല, ഈ ജിഹാദികൾക്ക് മാത്രമാണ് ജയ് ബോലോ ഭാരത് മാതാക്കി, അല്ലെങ്കിൽ ജയ് ബോലോ അതാണ് മറ്റോ എന്താ പറയുക, അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുള്ളൂ. അല്ലെങ്കിൽ ജിഹാദികളെ പോലെ ഇന്ത്യക്കാരെ ഭാരത് മാതാക്കി വിളിക്കുന്ന ആളുകളെ കാണുന്നത്. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞത്. തീവ്രമായ ആശയക്കാരാണ് അങ്ങനെ എന്ത് പറയാന്ന് വെച്ചാൽ മരണത്തെയൊക്കെ വിശപ്പിനെക്കാട്ടും വലുതാണ് മരണം, എന്താണ് ചില ആശയങ്ങളെന്ന് കരുതുക. അത് തീവ്ര ആശയക്കാരാണ്. സാധാരണക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അത് ഈ സെമിറ്റിക് മതങ്ങളിൽ കൂടുതലുമാണ്, എസ്പെഷ്യലി ഇസ്ലാമിൽ കൂടുതലാണ്. സെമിറ്റിക് മതങ്ങളാണ് ക്രിസ്ത്യാനിസവും ജുദായിസവും. അത് രണ്ടും മോഡേണൈസ് ചെയ്യപ്പെട്ടു. അതിൽ പക്ഷേ അതുകൊണ്ട് കുറവാണ്. ഇസ്ലാം മോഡേണൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഐഡിയോളജിയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടുതലാണ്. പക്ഷേ കുറച്ച് വിശപ്പ് ഒക്കെ തട്ടുമ്പോൾ ഇതിൻ്റെ ശക്തി കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞു വരും. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഇന്ത്യയിൽ നല്ല ബന്ധത്തിൽ പോകണം എന്നുള്ള വാദത്തിന് കുറച്ചും കൂടി ശക്തി കൂടിയിട്ടുണ്ടോ അത്ര കണ്ടാൽ മതി. അധികമൊന്നും കാണരുത്, ഓവർ റീഡിങ് ആയിപ്പോവും. ഈ സുഹൈബ് ചൗധരി അഭിമുഖം നടത്തിയ ആൾക്കാരെല്ലാവരും, അതിൽ എത്ര പേരെ അഭിമുഖം നടത്തിയെന്ന് നമുക്ക് വളരെ കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല. എന്തായാലും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അഭിമുഖം നടത്തിയതിൽ ഒരാൾ പോലും ഈ ഹാഫിസ് സെയ്ദിനെയും ദാവൂദ് ഇബ്രാഹിമിനെയും ഒന്നും അനുകൂലിച്ചില്ല എന്ന വിവരം പുറത്തു വരും. സാമ്പിളല്ലേ, എടുത്ത സാമ്പിൾ നിർണ്ണായകമാണ്. പിന്നെ അതിപ്പം മദ്രസ എന്നാണ് സാമ്പിൾ എടുത്തതെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ വേണ്ടെങ്കിലും ഹാഫിസ് സെയ്ദിനെ വേണമെന്ന് പറയും. അപ്പോൾ എടുത്ത സാമ്പിൾ വളരെ നിർണ്ണായകമാണ്. സാമ്പിൾ സർവേയാണ്. ചെറുപ്പക്കാരെ ധാരാളം ഇയാൾ ചെറുപ്പക്കാർ കുറേ കണ്ടായിരുന്നു. എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആസ്പയറിംഗ് യൂത്തിൽ ഇപ്പോൾ ഇന്ത്യക്കാർ പല മേഖലയും കടന്നു പോകുന്നു. ഇപ്പം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം പലപ്പോൾ ഇന്ത്യനെ വിറപ്പിച്ച ടീമാണ്. പല ഘട്ടം 80s ഷാർജ കപ്പൊക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻകാർക്ക് ഇന്ത്യൻ ടീമിനോടുള്ള ഒരു വീർ ഫൈറ്റ് ചെയ്യും. ആ വേൾഡ് കപ്പ് കിട്ടിയ സമയത്ത് ഒത്തുകളി വിവാദം വരുന്നവരുള്ള സമയത്ത് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാർ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു ഒരു ഇന്ത്യ വിരോധത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ നിന്നാണ് പിന്നെ അങ്ങനെ അന്ന് ആ ടീം കുറേ മോഡേണായിരുന്നു. പിന്നെയാണ് ഈ പറഞ്ഞ സെയ്ദ് അൻവറൊക്കെ താടി വളർത്തി, യൂസഫ് യോഹാന ക്രിസ്ത്യാനിയായിരുന്നു, അയാൾ മതമായി മുസ്ലിമാവുകയൊക്കെ ചെയ്ത് കുറച്ച് താടി വളർത്തുന്ന ആളുകൾ വന്നു. ഇൽസമുല്ലൊക്കെ താടി വളർത്തി തുടങ്ങി. മുമ്പ് അയാൾ താടി വളർത്തില്ലായിരുന്നു, അഫ്രീഡി താടി വളർത്തി തുടങ്ങി. ഇപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ അവർ നോക്കുമ്പോൾ ഇന്ത്യക്കാരെല്ലാം മേഖലയും ഇങ്ങനെ കയറിപ്പോകുന്നു. ഇവരെ എവിടെ പോയാലും വാതിൽ കൊട്ടിയടയ്ക്കും. അതവർക്ക് റിയലൈസേഷൻ ആയിരിക്കും. ഇത് തന്നെയല്ലേ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വെറുതെ BJP, ഇവിടെ ഹിന്ദു അല്ല ശത്രു, ഇവിടെ RSS ആണ് ശത്രു. അത് നിങ്ങൾ തൊലി ഒളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു വിരോധം ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും വിരോധം ഉണ്ടോ? അപ്പോൾ നമ്മളതല്ലേ ഇവരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ എന്താണ് പ്രശ്നം? അതാദ്യം പറ. ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസുമായിട്ട് യൂറോപ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. കൃഷി യുദ്ധങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജൂതന്മാരും മുസ്ലിങ്ങളായിട്ടും പ്രശ്നമുണ്ടായി. ഇവരൊരു സഹോദര മതങ്ങളാണല്ലോ. ഇതിനും പ്രശ്നങ്ങളുണ്ട്. ഹിന്ദുക്കളായിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം?
നിങ്ങൾ പണ്ട് കച്ചവടക്കാരെ എവിടെ നിന്നാണ് ഏറ്റവും നല്ല സ്വീകരണം നൽകി കേരളത്തിലും, ഈ കേരളം മാത്രമല്ല മഹാരാഷ്ട്ര തൊട്ട് ഈ അതെ, ഇന്ത്യൻ തീരങ്ങളിലെല്ലാം അവർക്ക് വെസ്റ്റേൺ കോസ്റ്റിലുള്ള ഹിന്ദു രാജാക്കന്മാരാണ്. അത് ഈ മുസ്ലിംമാർക്ക്, ക്രിസ്ത്യാനിക്ക്, ജൂതന്മാർക്കുമല്ലോ. പിന്നെ കുറേ തുർക്കികൾ വന്ന്, തുർക്കി മുസ്ലിംസ് വന്ന് ഉത്തരേന്ത്യ ഹിന്ദു രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് കൊന്നൊടുക്കുകയും അവിടെ ആധിപത്യം സ്ഥാപിച്ചു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കാര്യമായിട്ട് ശിവജി തന്നെ ശിവജിയുടെ മറാഠ റീജിയൻ കൺസോൾട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ വന്ന ആളുകളാണ് മുഗൾസ് വീക്കം ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് തിരിച്ചാക്കാൻ പറ്റി. ആ സമയത്ത് പോലും നിരപരാധികളൊന്നും കൊന്നിട്ടില്ല. ആകപ്പാടെ നിരപരാധികളെ കൊന്നൊരു ഭീകര യുദ്ധം ബ്രാഹ്മണി സുൽത്താന്മാരും ഈ പറഞ്ഞിട്ടുള്ള വിജയനഗര രാജാക്കന്മാരും, അത് ഭീകര യുദ്ധം. സ്ത്രീകളെയും കുട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊന്നിട്ടുണ്ട് ഭീകരമായിട്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചത് എനിക്കതല്ല. ബാക്കി ശിവാജി ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ശിവാജി ആണെങ്കിലും പേഷ്വാമാരാണെങ്കിലും ഒക്കെ തന്നെ യുദ്ധനീതി അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എന്താണ് പ്രോബ്ലം? ഫ്രം എ മുസ്ലിം പെർസ്പെക്റ്റീവ്, ഹിന്ദു പെർസ്പെക്റ്റീവ് വേണമെങ്കിൽ സാംബാജിയുടെ വിഷയവും ചില വിഷയങ്ങൾ ഉണ്ടാവാം. എന്നിട്ട് പോലും അത് പുറക്കാനും ക്ഷമിക്കാനും ഹിന്ദുക്കളും തയ്യാറാണ്. ഇവൻ RSS പോലും തയ്യാറാണ്. ചില പ്രധാനപ്പെട്ട മന്ദിരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളെ അവർക്കുള്ളൂ. ഈ നവറംഗസേവനെ മഹത്വവൽക്കരിക്കുന്ന ഏത് മുസ്ലിമിനാണ് താല്പര്യം? അയാളല്ല മുഗൾ സാമ്രാജ്യം തകർക്കാൻ കാരണം. ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മുകളിലാണ് അക്ബർ അത് പടുത്തുയർത്തിയത്. അതില്ലാതാക്കിയിട്ട് ഈ പറഞ്ഞ സാംബജിനെയൊക്കെ ഭീകരമായി കൊന്നത് ഔറംഗസേവനല്ലേ. അവനെ ബഹുമാനിക്കേണ്ട ആവശ്യം നമുക്കില്ല, പാകിസ്ഥാനികൾക്ക് ഉണ്ടാവും. ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെയല്ല. ഔറംഗസേബ് അധികാരത്തിന് വേണ്ടി അച്ഛനെ പിടിച്ച് ജയിലിലിട്ട് പക്ഷേ അതേസമയം RSS പറയുന്ന ഈ പറയുന്ന ഹുമയൂണിനെ പറ്റിയും അക്ബറിനെ പറ്റിയും ജഹാംഗീറിനെ പറ്റിയും ഷാജഹാനെ പറ്റിയൊക്കെ ഈ RSS എന്തിനകത്തിലെ പ്രശ്നമുണ്ടായത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അവരാ ഇന്ത്യയുടെ ആ ഒരു കോമ്പോസിറ്റ് കൾച്ചർ ഏതൊക്കെ നന്നായി ഉൾക്കൊണ്ട ആളുകൾ, എസ്പെഷ്യലി അക്ബറിനെ പോലുള്ള ആളുകൾ. അക്ബർ അയാളെ ഭാര്യനെ പോലും അത് മാറ്റിയിട്ടില്ല. ബാബർ ശരിയാണ്, അക്രമകാരിയായിരുന്നു. അയാൾ ആവശ്യത്തിന് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ റാണാ കുംഭയ്ക്ക് മറ്റേ ഇതിലുള്ള യുദ്ധം ജിഹാദാണ്. ജിഹാദാണെന്നുകൊണ്ട് ആ യുദ്ധം ജയിച്ചതാണ്. മുമ്പൊന്നും ഉഷാറായി. മറ്റേ വെള്ളടിച്ച് കണക്കായിരുന്നു. അയാൾ നല്ല വെള്ളടിയായിരുന്നു. ജിഹാദ് തുടങ്ങിയപ്പോൾ ഇയാൾ വെള്ളടി നിർത്തി. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. അതെനിക്ക് രണ്ടു കൂട്ടരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുള്ള പ്രശ്നം എനിക്ക് മനസ്സിലാക്കാം. RSSന് എന്താണ് ഹുമയൂണിനോടും അക്ബറിനോടും ഷാജഹാനോടും ജഹാംഗീറിനോടുള്ള പ്രശ്നം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഔറംഗസേബിനോട് എനിക്ക് മനസ്സിലാവും, ബാബറിനോട് എനിക്ക് മനസ്സിലാവും, ഡൽഹി സുൽത്താന്മാരോട് എനിക്ക് മനസ്സിലാവും. ഇത് എനിക്കിപ്പോഴും പിടിയിട്ടില്ല. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാത്ത കാര്യമാണ്. അതുപോട്ടെ. അപ്പം ഈ പാകിസ്ഥാനിലെ ഈ ചെറുപ്പക്കാർ പറയുന്നത് സാങ്കേതിക വിദ്യയിലടക്കം ഇന്ത്യ ലോകവുമായിട്ട് ഇടപഴകുന്നു, വാണിജ്യ കാര്യങ്ങളിലും ഒക്കെ ഇന്ത്യക്ക് വളരെ നല്ല ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം പാകിസ്ഥാൻ വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ പുറകെ ഭിക്ഷാപാത്രവുമായിട്ട് നടക്കുന്ന ഒരവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് തന്നെ പണ്ടത്തെ അവസ്ഥ. അവരും ഇന്ത്യ ഒരേപോലെ ഭിക്ഷാപാത്രമായിട്ട് പോയ രാജ്യങ്ങളാണ്. രണ്ടേരെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ 47. പിന്നെ അവരിത്രയും പുരോഗമിക്കാൻ കാരണം ഏത് മുസ്ലിം രാജ്യത്തിനെയും പുരോഗമിച്ചിട്ടുണ്ട്. സ്പേസ് ടെക്നോളജിയിലാണെങ്കിലും വാർ ടെക്നോളജിയിലാണെങ്കിലും ഇത്രയും പുരോഗമിച്ചിട്ടില്ല. അത് ഇന്ത്യ ഉള്ളതുകൊണ്ട്, ഇന്ത്യ ക്രിക്കറ്റിലാണെങ്കിലും ഇന്ത്യനോട് മത്സരിക്കുന്നതുകൊണ്ടാണ് അവർ പുരോഗമിച്ചത്. നല്ല ശത്രു ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നാവും, അതാണ് അവിടെ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റ അവർ ജിഹാദികളെ വളർത്തി. അമേരിക്ക അവർ ബേസിക്കലി അങ്ങനെ വലിയ ജിഹാദി ഒന്നും ആയിരുന്നില്ല അവർ. അമേരിക്ക അവരുടെ താല്പര്യത്തിന് വേണ്ടി ജിഹാദി ഗ്രൂപ്പിനെ വളർത്തിയാണ് ഇന്ത്യക്കെതിരെ, റഷ്യക്കെതിരെ. അങ്ങനെ അവർ ജിഹാദികളായതല്ല, വർഗീയവാദികളായിരുന്നു, ജിഹാദികളായിരുന്നില്ല. വർഗീയവാദം ജിഹാദിസം രണ്ടാണ്. അപ്പം ഈ ഒരു ഇന്ത്യ വളരുന്നതുകൊണ്ട് ഇവിടെ ശക്തമായ ഡെമോക്രസി ഉണ്ട്. പട്ടാള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടില്ല. ഇവിടുത്തെ മതം മറ്റുള്ളവരെ തലവെട്ടാൻ പറയുന്ന മതമല്ല. ഇപ്പം RSS ആണ് കുറച്ചെങ്കിലും അഗ്രസീവായി മുന്നോട്ട് പോകുന്നതെങ്കിലും അവർ എവിടെ നിർത്തണമെന്ന് എവിടെ അവസാനിപ്പിക്കണമെന്ന് അവർക്ക് അറിയാം. ഈ പാകിസ്ഥാനിലുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഈ അർജുനൻ്റെ കയ്യിലെ ബ്രഹ്മാസം പോലെയാണ് RSSൻ്റെ കയ്യിലെ രാഷ്ട്രീയം. ഈ താലിബാനിസ്റ്റുകളുടെ കയ്യിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അശുദ്ധമാവിൻ്റെ കയ്യിലെ ബ്രഹ്മാസം പോലെ തിരിച്ചെടുക്കാൻ അറിയില്ല, വിടാനേ അറിയും. RSSനെ അത് കൺട്രോൾ ചെയ്യാൻ അറിയാം. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം ഇന്ത്യ അവരും തമ്മിൽ. ഇങ്ങനെ ചിന്ത വളരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അവർ വാസ്തവത്തിൽ അവർ പറയുന്നത് പോലെ നമ്മളെ ഇത്രയും കാലം ഇവിടെ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയതാണ്, പക്ഷേ നമ്മൾ ഒന്ന് വളരെ പുറകിലാണ് സാമ്പത്തികമായിട്ട്. വലിയ നിങ്ങളവിടെ വരിക്കുന്ന പട്ടാളമാണ്, മൊത്തം പട്ടാളമാണ്. അതിൻ്റെ സാധനങ്ങൾ മൊത്തം എടുത്തുണ്ട്. നിങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി വരിക്കുന്നത്, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അല്ല വരിക്കുന്നത്. ഇന്ത്യൻ്റെ ശത്രുവിൻ്റെ പുറത്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇന്ത്യ അങ്ങനെയല്ല, ജനാധിപത്യം ഡീപ്പ് റൂട്ടഡാണ്. പട്ടാളം ആവശ്യമില്ലാതെ ഇടപെടാതല്ല. ഇവിടുത്തെ വർഗീയ സംഘടനകൾക്ക് പോലും, നിങ്ങൾ വർഗീയ സംഘടന ഒന്നും RSSനായിരിക്കുമല്ലോ മറ്റുള്ളൊരു വർഗീയ സംഘടന എന്ന് പറയുന്നത്, അതിന് പോലും ഒരു മര്യാദയും ഒക്കെ ഉണ്ട്. RSS വിചാരിച്ചാൽ ഇന്ത്യയിൽ ഇപ്പം എന്താ നടക്കാത്തത്?
നിങ്ങൾ പറയും പോലെ ഭീകര സംഘടനയാണ് RSS എങ്കിൽ RSS വിചാരിച്ച ഇന്ത്യ എന്താ നടക്കുന്നത്, എന്തെങ്കിലും കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? പിന്നെ അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്, പൗരത്വ ബില്ല് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി, അതല്ലാതെ ഒന്നും കാണുന്നില്ലല്ലോ നമ്മൾ. അതാണ് ഇന്ത്യക്കാരനൊരു ബേസിക്കലി ഒരു വിവേകമുണ്ട്, അവർക്കതില്ല. ഇന്ത്യ ഒരു നാച്ചുറലായിട്ട് ഉണ്ടായി വന്ന രാജ്യമാണ്, അവരങ്ങനെ അല്ല. അവരെ മതത്തിൻ്റെ പുറത്ത് യാന്ത്രികമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ കൂട്ടി ഉണ്ടാക്കിയതാണ്. നമ്മളെ സാംസ്കാരികമായ ഒരു ഏകത നമുക്കുണ്ട്, അവർക്ക് അതുപോലും ഇല്ല. ഒരു മതത്തിൻ്റെ പേരിലും ഏകതയുള്ളൂ. പക്ഷേ അതൊന്നും ആ മതത്തിൻ്റെ പേരിലെ ഏകതയിൽ തന്നെ ഒരുപാട് വൈജാത്യങ്ങളുണ്ട്. ആ വൈജാത്യങ്ങളാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് നിലപാടില്ല. ജവഹർലാൽ നെഹ്റു അമേരിക്കനും സോവിയറ്റ് റഷ്യനും ഉണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള ശേഷി ഒരിക്കലും മോഡി ചെയ്യുന്നുണ്ടല്ലോ. പുടിനോടും ട്രംപിനോടും രണ്ടുപേരെ ഒരേ കയ്യിൽ വെച്ച് കൊണ്ടുവരുന്നത്. യുക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥതയോ മെയ്വഴക്കൊന്നും അവിടുത്തെ ലീഡർഷിപ്പിനില്ല, അതാണ് കാര്യം. അപ്പോൾ അവർ നോക്കി. പക്ഷേ നിങ്ങളീ പറയുന്ന പോലെ ഒന്നടക്കൊന്നും നീക്കി എടുക്കുന്നില്ല. അവിടെയുള്ള താഴെത്തട്ടുള്ള പാവങ്ങളുടെ ഒരു ചെറിയ വിഭാഗം എപ്പോഴും ചെറിയ വിഭാഗം അവരുടെ ശക്തി കൂടിയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. വിദ്യാഭ്യാസം ഇല്ലായ്ക ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ മാറി വരട്ടെ, അവിടുത്തെ ചെറുപ്പക്കാരുടെ ആഗ്രഹം പോലെ അവിടെ സമാധാനം ഉണ്ടാകട്ടെ, കുറ്റവാളികളെ നിയമത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കട്ടെ. കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം ആണെങ്കിലൊക്കെ സ്പെൻഡ് ഫ്യൂൽ അന്ന് അവർക്ക് ആവശ്യമില്ല. ഇപ്പം അപ്പോൾ ദാവൂദിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഇനിയിപ്പോൾ ദാവൂദിനെ വിട്ടുകൊടുത്താൽ അവർക്ക് പ്രശ്നം. അത് ദാവൂദിന് അറിയാമെന്നു. ദാവൂദ് വാജ്പേയിനെ മുന്നിലേറ്റ് അതിൻ്റെ റിക്വസ്റ്റ് വെച്ചിരുന്നു, ഞാൻ ജയിലിൽ കിടന്നോളാം, എന്നെ ഉപദ്രവിക്കരുത്. അപ്പം വാജ്പേയി പറഞ്ഞു നമ്മളെ ജയിലുകൾ സുഖവാസ കേന്ദ്രങ്ങളല്ല, കേസുകൾ പിൻവലിക്കാം. അങ്ങനെ എന്തോ തോന്നിയാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.